വിശുദ്ധ മറിയം ത്രേസ്യ. കേരളത്തിൽ തൃശൂരിൽ പുത്തഞ്ചിറ ഗ്രാമത്തിൽ 1876 ഏപ്രിൽ 26 തോമ, അന്ന എന്നിവരുടെ പുത്രിയായി മറിയം ത്രേസ്യ ജനിച്ചു. മകളെ ആഴമായ ദൈവവിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നതിൽ അന്ന ശ്രദ്ധിച്ചിരുന്നു. ദൈവസ്നേഹത്താൽ നിറഞ്ഞ അവൾ എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കുവാൻ അതിയായ താല്പര്യം കാട്ടിയിരുന്നു. ചെറുപ്പത്തിലെ തന്നെ പുണ്യവതി എന്ന പേര് സമ്പാദിച്ച ത്രേസ്യയ്ക്ക് താൻ ഈശോയോട് കൂടെ കരയാനും സഹിക്കാനും ഉണർന്നിരിക്കാനും പ്രാർത്ഥിക്കാനും വിളിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് തോന്നി. ഈശോയുടെ പീഡാനുഭവത്തിലെ കുറവ് തന്റെ ശരീരത്തിൽ തികയ്ക്കാൻ അവൾ സന്നദ്ധയായിരുന്നു. അതിനായി പലവിധ പ്രായശ്ചിത്തങ്ങളും അനുഷ്ഠിച്ചിരുന്നു. 5-ാമത്തെ വയസ്സ് മുതൽ ത്രേസ്യ ഉപവാസം അനുഷ്ഠിച്ചു തുടങ്ങി. അവൾ അമ്മയോട് പറയുമായിരുന്നു, നല്ലവനായ ദൈവം സഹിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുമ്പോൾ എനിക്ക് എങ്ങനെ കളിച്ചുല്ലസിക്കാനാകും? തന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷമായി അവൾ കരുതുന്നത് തന്റെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണമാണ്. പല പ്രാവശ്യവും ഈശോയും മാതാവും അവൾക്ക് പ്രത്യക്ഷപ്പെട്ടുവെന്ന് അവൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി വേളകളിൽ പഞ്ചശതങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. 1912 നവംബർ 26 ത്രേസ്യ തന്റെ ദൈവവിളി വിവേചിച്ചറിയുന്നതിനു വേണ്ടി 2 മാസത്തേക്ക് ഒല്ലൂരുള്ള കർമ്മലീത്ത മഠത്തിൽ പ്രവേശിച്ചു. അക്കാലത്ത് വിശുദ്ധ ഏവുപ്രാസിയ ആയിരുന്നു നവസന്യാസാർത്ഥിനികളുടെ ഗുരുനാഥ. തന്റെ വിളി കർമ്മലീത്ത സഭയിലേക്കല്ലെന്ന് ത്രേസ്യ തിരിച്ചറിഞ്ഞു. അവളുടെ ആധ്യാത്മിക പിതാവായ ജോസഫ് വിധേയത്തിലച്ഛന്റെയും മാർ മേനാശ്ശേരി പിതാവിന്റെയും അനുവാദത്തോടെ പുതിയ സന്യാസിനി സഭയുടെ പ്രഥമ ഭവനം 1913 ജനുവരി 27 ആരംഭിച്ചു. 1914 മെയ് 14 അതൊരു മഠമാക്കി. അങ്ങനെ തിരുക്കുടുംബ സന്യാസിനി സഭ സ്ഥാപിതമായി. സമൂഹത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി പ്രയത്നിച്ച ആ സന്യാസിനി 1926 ജൂൺ 8 ദിവംഗതയായി. ഈശോ മറിയം യൗസേപ്പെ, എന്റെ ഹൃദയവും ആത്മാവും ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു എന്നതായിരുന്നു അവളുടെ അന്തിമ വചസ്സുകൾ. 1994 ജൂൺ 28 മാർപ്പാപ്പയിൽ നിന്ന് ദൈവദാസിയുടെ വിരോചിതമായ സൽഗുണങ്ങളെക്കുറിച്ച് പ്രഖ്യാപനമുണ്ടായി. 2000 ഏപ്രിൽ 9 മഹാജൂബിലി വർഷത്തിൽ വാഴ്ത്തപ്പെട്ടവരുടെ നിരയിലേക്ക് ഉയർത്തിയ മറിയം ത്രേസ്യയെ 2019 ഒക്ടോബർ 13 ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ചു.